ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാനിപ്പോൾ വന്നേക്കുന്നത് ഒരാളുടെ വീട്ടിലാണ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സെഫേർ ഡിസൈൻസ്. ഈ വീഡിയോയിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഫേസ് റിവീൽ ചെയ്യാത്ത ഒരാളുടെ ഫേസ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകും. നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? സുഖം. ആരാ? എന്താ പേര്? വിഷ്ണു സുരേഷ്. ഗൈസ്, നിങ്ങൾ ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള പല റെൻഡേഴ്സ് വീഡിയോയുടെയും മുതലാളിയാണ് നീ ഇരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? എന്റെ പൊന്ന് ഗൈസ്, ക്യാമറയുടെ മുമ്പിൽ വരെ നല്ല ഷൈ ഉള്ള ആളാണ്. സോ ഫേസ് ഇതുവരെ കാണിച്ചിട്ടില്ല. നല്ല പോലെ ഇതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും അല്ലേ? അതെ അതെ. പിന്നെ സുഖമല്ലേ? സുഖം. എന്താണ് ഈ വീഡിയോയുടെ ഉദ്ദേശം? പറയൂ. ഇത്ര നാളും നമ്മൾ കണ്ടിട്ടുള്ള വർക്കുകൾ എവിടുന്നാണ് വന്നത് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. സോ ഇന്നൊരു ഈ കാണുന്ന യമണ്ടൻ വീടിൻ്റെ ഒരു ഹോം ടൂർ ആൻഡ് ഈ വീടിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിരിക്കും ഇത് അല്ലേ? എന്തൊക്കെയുണ്ട് വീടിനകത്ത്? കുറെ ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെ? മെയിൻലി അച്ഛൻ്റെ മ്യൂസിക്. അതെ 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 അതെ. പിന്നെ എൻ്റെ ചെറിയ റൂം. അതെ അതെ. നമുക്ക് ആ സ്റ്റുഡിയോ കാണണം, ആ കമ്പ്യൂട്ടർ സെറ്റപ്പ് കാണണം, ആ തിയേറ്റർ സെറ്റപ്പ് കാണണം. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. സോ ആ ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മനു, അപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. അതെ, അവിടെ ക്യാമറ അവിടെ. ഓക്കെ, പറഞ്ഞോ. എന്താ പറയണ്ടേ? സെൽഫ് ഇൻട്രൊഡക്ഷൻ ആരാന്ന് പറ. ഞാൻ സെഫർ ഡിസൈൻസ്. എൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് വിഷ്ണു സുരേഷ് എന്നാണ്. അപ്പം ഞാൻ ബേസിക്കലി 3D ആനിമേഷൻസ്, പിന്നെ അതേപോലെ റെൻഡറിങ്സ്, പിന്നെ കോൺസെപ്റ്റ് ആർട്ട് അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, പിന്നെ യൂട്യൂബിലും ഇതിൻ്റെ സിനിമാറ്റിക്സും ആനിമേഷൻസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വൈറലായ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. എല്ലാ വീഡിയോസും മിക്കതും 1 മില്യൺ 2 മില്യൺ 3 മില്യൺ മില്യൺസ് കണക്കുള്ള സാധനങ്ങളൊക്കെയാണ്. സോ പിന്നെ 1 മില്യനൊക്കെ ഭയങ്കര കുറവാണ്. എന്നാലും കാരണം ലൈക്ക് ഭയങ്കര എന്താ പറയാ, നമ്മൾ ഈ വണ്ടി കണ്ടല്ലോ, ഇവന്റെ വണ്ടിയുടെ റെൻഡേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ നമുക്ക് ഉള്ള അങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പണിയണം എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ്, കോൺസെപ്റ്റ്സ് ആണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും അതെ അതെ അതെ. ഈ അടുത്ത് ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന വൈറലായ മെയിൻ സംഭവമാണ് B6ന്റെ. നിങ്ങൾ B6 ഇറങ്ങിയ സമയം തൊട്ടേ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്റെ ഉടമയാണ് ഈ നിൽക്കുന്നത്. എളിമയുണ്ട്. അതൊക്കെ പോരാഞ്ഞിട്ട് ഒരു എക്സ്ക്ലൂസീവ് സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, BGMA കളിക്കുന്നുണ്ടെങ്കിൽ എന്താണത്? BGMAയുടെ B6ന്റെ ആനിമേഷനും ഗെയിമിലുള്ള ആനിമേഷൻസും പിന്നെ അതിന്റെ ട്രെയിലറും എല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അത് ഈ കാണുന്ന വീടിന്റെ അകത്തിരുന്നാണ് ഉണ്ടാക്കിയത്. സോ അതിന്റെയൊക്കെ കുറെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഇത് 2 പാർട്ട് കാണും. ഞങ്ങൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിനകത്ത് ഇവൻ ചെയ്യുന്ന ഈ ഒരു ഫീൽഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു പാർട്ടിൽ നമ്മൾ വീടിന്റെ വിശേഷങ്ങളും വീടിനകത്തുള്ള കുറെ ഹിഡൻ കുറെ സംഭവങ്ങളുണ്ട്, അതിന്റെ വിശേഷങ്ങളായിരിക്കും. ആൻഡ് 19ാമത്തെ വയസ്സിൽ ആള് അച്ചീവ് ചെയ്തൊരു സാധനമാണ് ബാക്കിൽ കാണുന്നത്, സ്കോഡയുടെ കുഷാക്ക്. സോ അതിന്റെ ചെറിയൊരു വിശേഷങ്ങൾ പറയൂ. എന്താണ് സ്കോഡ കുഷാക്ക്? ഇത് സ്കോഡ കുഷാക്ക് 2022 വേരിയന്റ് ആണ്. എന്തുകൊണ്ട് സ്കോഡ ബേസിക്കലി ഡ്രൈവിംഗ് ഫൺ, പിന്നെ ഒരു ഡ്രൈവിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ അച്ഛന് സ്കോഡയോട് നല്ലൊരു ഇഷ്ടമുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ബേസിക്കലി സോർട്ട് ഔട്ട് ചെയ്തപ്പോൾ സ്കോഡ ഫോക്സ് വണ്ടികളാണ് മെയിൻലി നോക്കിയത്. പിന്നെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത് സ്കോഡയിൽ മറ്റേ ലൈറ്റ് ബാക്കിൽ ഇങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു. അപ്പൊ ഇതിന്റെ അങ്ങനെ കുറച്ചുകൂടെ മെച്ചോർഡ് വണ്ടിയായിരുന്നു സ്കോഡ കുഷാക്ക് എടുത്തു. പിന്നെ ഇത് അംബീഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആയിരുന്നു. നമ്മളെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് മോണ്ടെ കാർലോയിലേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ അലോയൊക്കെ മാറ്റി ബേസിക്കലി മൊത്തത്തിൽ മോണ്ടെ കാർലോ സ്പെക്കിലേക്കാണ്. അപ്പൊ ഇതാണ് ബേസിക്കലി വണ്ടിയെ പറ്റിയിട്ടുള്ള. അല്ല, ഞാൻ അതൊക്കെ എടുക്കട്ടെ, വണ്ടിയുടെ വിശേഷങ്ങൾ എടുക്കട്ടെ. 19ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് അച്ചീവ് ചെയ്ത വണ്ടിയാണിത്. അത് ലൈക്ക് എന്തായിരുന്നു എക്സ്പീരിയൻസ്? അത് അന്നൊരു മറ്റേ വാശിയുടെ പുറത്താണ് മെയിൻലി ചെയ്തത്. കാരണം എനിക്കുണ്ടായിരുന്നു. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ കിടക്കുന്നത് 19ാമത്തെ വയസ്സിൽ. അതെ അതെ, സെയിം നമ്മൾ സെയിം ബട്ട് ഡിഫറെന്റ്. പറയൂ. അപ്പം അന്ന് എന്റെ ടൈം അന്നത്തെ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. കാരണം +2 കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഉദ്ദേശിച്ച എക്സാംസ് ഒന്നും എനിക്ക് അങ്ങോട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഇത് പറ്റിയില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഔട്ട് ഓഫ് പാഷൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം കൂടെ പഠിച്ചവർക്കൊക്കെ അത്യാവശ്യം നല്ല ഇതിലൊക്കെ പോയപ്പോൾ നമുക്ക് എന്തെങ്കിലും തുടങ്ങണമല്ലോ. അപ്പൊ ഈഗോ ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് സെഫർ ഡിസൈൻസ് എന്നുള്ള പേജ്. പിന്നെ അത് യൂട്യൂബിൽ ഇങ്ങനെ വന്നു. യൂട്യൂബിൽ ഈ പറഞ്ഞ ലാംഗ്വേജ് ഇഷ്യൂസും അങ്ങനെയുള്ള വണ്ടിയാണല്ലോ. അപ്പം ബേസിക്കലി എല്ലാ ഏരിയാസിൽ നിന്നുള്ള ആൾക്കാരും കാണും. അങ്ങനെ ആദ്യം ഇട്ടത് സ്വിഫ്റ്റിന്റെ വീഡിയോ ആയിരുന്നു. ആൻഡ് അത് ഏകദേശം 4 മില്യൺ 3.9 മില്യൺ സംതിങ് അടിച്ചു. ബ്ലാക്ക് സ്വിഫ്റ്റിന്റെ മറ്റേ ട്വിൻ ടർബോ ചെയ്തേക്കുന്നത്. ആൻഡ് പിന്നെ അവിടെ നിന്ന് കുറെ ക്ലയന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടിയുടെ വീഡിയോ ആണ് യൂട്യൂബിൽ കയറിയത്. അങ്ങനെ യൂട്യൂബിൽ നിന്ന് റവന്യൂ എനിക്ക് ഫസ്റ്റ് കിട്ടി തുടങ്ങുന്നത്.
പിന്നെ അത് കഴിഞ്ഞ് ക്ലയന്റ് വർക്ക്സ് വന്നു. പിന്നെ ക്ലയന്റിന്റെ വർക്ക്സിന്റെ പുറകിലായിരുന്നു ടാറ്റ അങ്ങനത്തെ ഏജൻസീസിന്റെ ഒക്കെ കഥകളൊക്കെ പറയാം ഇവിടെ കഥ പറയാം. വണ്ടി ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ക്യാമറ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ വളരെ വിശാലമായ ഒരു വൈറ്റ് കളർ ഡ്യുവൽ ടോൺ ആണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ? ഇത് എക്സ്ട്രാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, 16 ഇഞ്ച് മാറ്റി 17 ഇഞ്ച് ആക്കി. ഓക്കെ, വേറെ പിന്നെ ടിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് 50%. അത് ലീഗൽ ആയിട്ടുള്ള ടിന്റ് ആണ്. പിന്നെ ഫ്രണ്ടില് ഡീക്രോം ചെയ്തു. പിന്നെ ഇത് പീസ് വാങ്ങിച്ചേക്കുന്ന OEM പാർട്ടാണ് ബ്ലാക്ക്. പിന്നെ സ്കോഡയുടെ ഇത് ഡുവൽ ടോണിലേക്ക് ആക്കി ലോഗോ. പിന്നെ മിറർ ക്യാപ്സ് റൂഫ് ബ്ലാക്ക് ആക്കി. ഓക്കെ, അങ്ങനെ ഒരു ബിൽഡിലാണ് കൊണ്ടു നടക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, എന്തോ ചെയ്യാൻ പോകുന്നൊക്കെ കേട്ടു. എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അത് വണ്ടി ഫുള്ളി ഒന്ന് റാപ്പ് ചെയ്തൊന്ന് പുതിയതാക്കി എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഗൈസ്, വീട്ടിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഡിസ്ക്ലെയിമർ പറഞ്ഞേക്കാം. ഇത് ഈ സാധനത്തിന് അറിയോ? ഹലോ, ഇത് ചേച്ചിയുടെ മോനാണ്. ഹായ് പറയൂ. ഹായ് പറ. അങ്ങനെ ഇരിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറാം. ഒരു ഹോം ടൂർ തരൂ. ഈ വീട് പ്രത്യേക ബിൽഡാണ് ഗൈസ്. റെനോവേറ്റ് ചെയ്ത് വേറൊരു രീതിയിലൊക്കെ ഈ വീട് ആക്കിയിരിക്കുകയാണ്. കയറുമ്പോ തന്നെ കുറെ പോസ്റ്റേഴ്സ്, കുറെ ടെക്സ്ചർ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഇങ്ങനെ റെനോവേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പം പുതിയ സംഭവം. ഇത് ഒരു റൂം ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഇത്. ഓക്കെ, അവിടെ ഇവിടുത്തെ ഗ്രഹനാഥൻ എന്ന് പറയുന്ന ആൾ, അതായത് മ്യൂസിക് പ്രാന്താണ്. സോ ഇഷ്ടംപോലെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണാം. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അല്ല, നീ കാണിച്ചു കൊടുക്കുക. ഞാൻ കാണിച്ചു. ഓക്കെ, ഇവിടുത്തെ ലൈറ്റ് ഒക്കെ വരൂ. ഇത് താഴോട്ട് അധികം ഇറങ്ങാത്തോണ്ട് ലൈറ്റിന്റെ സ്വിച്ച് ഒക്കെ പഠിക്കുന്നുള്ളൂ. ഈ മൂടി ഇരിക്കുന്ന സാധനം ഇതാണ് ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ഐറ്റം. എന്തൊക്കെയാണ് ഈ സാധനം? ഇതൊക്കെ എന്റെ പേര് ക്ലിയർ ആയിട്ട് അറിയില്ല. ഇത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ വിനൈൽ പ്ലെയർ ആണ്. കാർബൺ ഫൈബർ ആണ് ഇതിന്റെ എല്ലാം. OG സാധനമാണ്. അത് ഇമ്പോർട്ടഡ് പീസ് ആണ് ഇതെല്ലാം. ഇത് പിന്നെ അതിന്റെ തന്നെ സെയിം ഡെനോന്റെ ഒരു വിനൈൽ പ്ലെയർ ഉണ്ട് അവിടെ. തുറക്കാൻ പറ്റും. അത് ഓട്ടോമാറ്റിക് ആണ്. ഇത് സ്റ്റിൽ വർക്കിംഗ്. അത് ഓട്ടോമാറ്റിക്കലി ഈ സാധനം വന്ന് ഇത് മാനുവലി വെയിറ്റ് സെറ്റ് ചെയ്യണം നമ്മൾ. ഇത് വിംപ്രോ എന്ന് പറഞ്ഞ ഒരു ഡാക്ക് ഒക്കെ ഉള്ള ഒരു സംഭവം, സ്ട്രീമറാണ്. ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇത് ആപ്പിൾ ടി വി. പിന്നെ ഇത് BMW CM9 എന്ന് പറഞ്ഞ മോഡലാണ്. BMW സ്പീക്കേഴ്സ്. ഇതൊക്കെയാണ് കാണിച്ചു കൊടുത്ത് മക്കളെ, നിന്റെ ഹൈറ്റ് ഉണ്ട്. ഓ നൈസ്. ഇത് ഓണാക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഓണാക്കാൻ അച്ഛൻ വരണോ? അച്ഛൻ വരേണ്ടി വരും. എന്നാ അച്ഛൻ ഇപ്പൊ വരും ഗൈസ്. വന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഗൈസ്, ഇവിടെ നോക്കുമ്പോൾ ഒരു വിശാലമായ CD കളക്ഷൻസ് കാണാം. ഇതെല്ലാം സ്റ്റിൽ വർക്കിംഗ് ആണ്. 2025 വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കാണിക്കാം. അവന്റെ അച്ഛൻ വരട്ടെ. ഓക്കെ, പുറത്ത് പോയിട്ടുണ്ട്. വരട്ടെ, വന്നിട്ട് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാം. ആൻഡ് നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ സെഫയർ ഡിസൈൻസ്. എനിക്ക് സൈഫർ വരുന്നത് സെഫയർ ഡിസൈൻസിന്റെ 1 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തപ്പോൾ യൂട്യൂബ്, ഇത് കൊറോണ ബാച്ച് ആണ്. കൊറോണ ബാച്ചിന്റെ യൂട്യൂബ് പ്ലേ ബട്ടൺ ആണ്. ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ സംഭവം. ഇതാണ് അച്ഛനും അമ്മയും. ഓ നൈസ് നൈസ്, ക്യൂട്ട് കപ്പിൾസ്. വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ വീട്ടില് ബാക്കി 2 ആൾക്കാർ കൂടെ ഉണ്ട്, കാണിച്ചു തരാം. എക്സ്ക്യൂസ് മീ, വരൂ പ്ലീസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വിഷ്ണു ബ്രോയുടെ അമ്മയും ചേച്ചിയും അല്ലേ? ഓക്കെ, മൈക്ക്. അമ്മ ഹായ്. അവിടെ നോക്കി ഹായ്. എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? ഓക്കെ, അല്ല സംഭവം എന്ന് വെച്ചാൽ മോനെ പറ്റി അറിയാലോ. മോനാണല്ലോ, അതല്ല ഉദ്ദേശിച്ചത്. അല്ല, മോൻ ഈ ഫീൽഡാന്ന് അറിയാലോ. യൂട്യൂബ് ചെയ്യുന്നുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. 5 വർഷം ആവാറായില്ലേ? 5 വർഷം ആവാറാവുന്നു. ലൈക്ക് തുടക്ക സമയത്ത് എങ്ങനെയായിരുന്നടാ? സപ്പോർട്ടായിരുന്നു അമ്മ? തുടക്കത്തെ ആർക്കും അറിയത്തില്ലായിരുന്നു. പ്ലസ് 2 എന്റെ എഡിറ്റ് ചെയ്യുന്ന അവർക്ക് അറിയാം. അന്ന് വേറെ ചാനൽ ഉണ്ടായിരുന്നു, അവർക്ക് അറിയായിരുന്നു. പിന്നെ ആദ്യം ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല മറ്റേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല, ചേച്ചിക്ക് അറിയത്തുള്ളായിരുന്നു. പിന്നെ അത് അമ്മയായിരുന്നു. ചേച്ചിയായിരുന്നു ആദ്യം സപ്പോർട്ട്. ചേച്ചിയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞു. പിന്നെ കേറി വന്നു. അതങ്ങനെ അച്ഛൻ അറിഞ്ഞു. നാട്ടുകാർ അറിഞ്ഞു. അത് ഇല്ല, അപ്പം ഒന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് അപ്പം PC ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, അപ്പൊ സപ്പോർട്ടായിരുന്നു തുടക്കത്തിൽ? ഇത് ഇഷ്ടമാണ്, ഈ ഫീൽഡ് ചെയ്തോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. സംഭവം എഡിറ്റിംഗ് ആണ്, ഓക്കെ ആണ്. പക്ഷെ ലൈക്ക് മോനോട് പറഞ്ഞില്ലേ, മോനെ നീ ഒരു ജോലി മേടിക്കണം ഇങ്ങനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി പറയണം. അത് ഡിഗ്രി പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം. അല്ലാതെ അങ്ങനെ എഞ്ചിനീയറിംഗ് എടുത്തു. ഓക്കെ, എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളാണ്. കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി. ഓക്കെ, അല്ല എന്തായിരുന്നു മോൻ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോ എന്താണ് അഭിമാനമാണോ, എന്താ തോന്നുന്നത്? അഭിമാനമാണ്. പുള്ളിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് തന്നെയാണ്. പിന്നെ
വേറെ പഠിക്കാനുള്ള താല്പര്യം ഇത് കഴിഞ്ഞതിന് ശേഷം പഠിക്കാമെന്നാണ് പറയുന്നത്. എന്ന് പറയാൻ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല മോൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാലോ, കാണാറുണ്ടല്ലോ, വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ. അല്ല അത് കാണുമ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ക്യൂരിയോസിറ്റി തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ടോ എന്നിട്ട്? അപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ട്? അമ്മ അത് വലിയൊരു സംഭവമാണ്, ഭയങ്കര പാടാന്ന് പറയും. അല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ല അത്. ലൈക്ക് വലിയ ഭയങ്കര ടോപ്പ് എൻഡിലുള്ള ആൾക്കാർക്ക്. മോൻ വർക്ക് ചെയ്തിട്ടുള്ള ഏതൊക്കെ കമ്പനീസിനെ അറിയോ? ഏതാ? മഹീന്ദ്രയുടെ BGMI ഒക്കെ. അതുപോലത്തെ വലിയ ടോപ്പ് കമ്പനീസ് ആയിട്ടാണ് മോൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്താണ്? അഭിമാനം തോന്നുന്നുണ്ട്. അല്ല മോനെ പറ്റി എന്തെങ്കിലും 2 വാക്ക് പറയണം, ഇതാണ് അവസരം എന്ന് കുട്ടിക്കും 2 വാക്ക് പറഞ്ഞു. വളരെ നല്ലൊരു വ്യക്തിയാണ്, വളരെ പാവമാണ്. അല്ല ഇത് പിടിച്ചു. മോനെ പറ്റി 2 വാക്ക് സംസാരിക്കേണ്ട അവസരമാണിത്. എന്താണ് ഇത്ര നാളത്തെ മോന്റെ സ്വഭാവം വെച്ചിട്ട്? നല്ല സ്വഭാവമാണ്. മാട്രിമോണി അല്ല, നല്ല സ്വഭാവമാണ്. പുള്ളി സ്വന്തം വർക്കില് കഷ്ടപ്പെട്ടാലും പുള്ളി എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് തീർക്കും എന്നൊരു അഭിമാനമുണ്ട്. എന്നിട്ട് ഇത്രയും പോരെ. വാക്കുകൾ കുറഞ്ഞു പോയി. ഇനി വേറൊരാളാണ് ഇവിടെ ഇരിക്കുന്നത്. ഹലോ ചേച്ചി, പേര്? മീര. അമ്മയുടെ പേരെന്തായിരുന്നു? സുമംഗല. ഓക്കെ. മീര ചേച്ചി പറയൂ. ഇത് മീര ചേച്ചിയുടെ മോനാണ്, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. ഓക്കെ, എന്താണ് അനിയനെ പറ്റി പറയാനുള്ളത്? അനിയ വാ അനിയ. എന്താണ് അനിയനെ പറ്റി പറയാനുള്ളത്? പറയുകയാണെങ്കിൽ പറയൂ. അവൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. കാരണം അവൻ രാത്രിയിലൊന്നും ഉറങ്ങാതെ കുത്തിയിരുന്നിട്ട് രാവിലെ താമസിച്ചാണ് എഴുന്നേക്കാറ്. പക്ഷെ പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ചെയ്യുന്ന വർക്കിന്. അതായത് രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് തലവേദന അമ്മ എന്ന് പറഞ്ഞാലും രാത്രി കുത്തിയിരുന്ന് ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? അല്ല വർക്ക് വരുമ്പോഴത്തേക്ക് അല്ല ലൈക് ചേച്ചിയാണല്ലോ ആദ്യമായിട്ട് ഇവന്റെ സംഭവം അറിയുന്നത്, ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്ന്. അപ്പൊ എന്തായിരുന്നു ചേച്ചിയുടെ റിയാക്ഷൻ? ചേച്ചിയൊക്കെ എല്ലാം അറിയാം എന്നെ പറ്റി, ഞാൻ ചെയ്യുന്ന എന്തൊക്കെയാണ്. പിന്നെ പണ്ട് ഫോണിലൊക്കെ വീഡിയോ എടുത്തിരുന്നു, അത് ചേച്ചി ആദ്യം കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ചേച്ചിയാ നോക്കുന്നത്. ഇത് ഈ 3Dയുടെ മറ്റേ സാധനം ചെയ്തതും ചേച്ചിയുടെ ലാപ്ടോപ്പിലാണ് തുടങ്ങുന്നതിനകത്തുനിന്നാ. പിന്നെ അങ്ങനെ ചേച്ചിക്ക് അറിയായിരുന്നു ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അന്ന് 1000 സംതിങ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളു. അന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഇവിടെ ചേച്ചിയാണ് മോട്ടിവേഷൻ. ചേച്ചിയാണ് കുറച്ചുകൂടെ വീട്ടുകാരുടെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പ്രസന്റ് ചെയ്തത് ചേച്ചിയാണ്. ഓക്കെ. ആൻഡ് ലൈക് ഈ ഇവന്റെ വർക്ക് കാണുന്ന സമയത്ത് അത് ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാ ചെയ്യുന്നതെന്നോ? അല്ലെങ്കിൽ നീയല്ല ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാൻ പോയിട്ട് ചേച്ചി ഞാൻ എന്തിനകത്തൊക്കെ കൈ എടുത്തുന്നത്? അതാണോ? അല്ല പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? അല്ല ഈ ഫീൽഡൊക്കെ ഇഷ്ടമാണോ? ഈ വീട് നിങ്ങൾ ചുറ്റിനും ജസ്റ്റ് ഒന്ന് വീട് കാണിച്ചതാ. ഈ വീട് ഫുൾ ഒരു എസ്തെറ്റിക് ഫീൽഡിലാണ് വീട് മൊത്തം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഫുൾ ഒരു ഫ്രെയിം ഉണ്ട്, കുറെ വോൾ സ്റ്റിക്കേഴ്സ് ഉണ്ട്, കുറെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇത് ഉണ്ടാക്കുന്നതാണോ മേടിച്ചേക്കുന്നതാണോ? പിന്നെ വരയ്ക്കും ചേച്ചി, നല്ലോണം വരയ്ക്കുമല്ലോ. അതിന്റെ ട്രോഫി ഒക്കെ അല്ല അപ്പൊ അനിയനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ ഇതൊരു അവസരമാക്കി എടുത്താൽ എന്താണ് പറയാനുള്ളത്? അല്ല ലൈക്ക് ഇതൊരു വേദിയാണ് കുട്ടിക്ക്. എന്താണ് ഇത്ര നാളത്തെ അനിയന്റെ വർക്ക് കണ്ടിട്ട് സിൽവർ പ്ലേ ബട്ടൺ ഇരിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ 4 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഇരിക്കുന്നു, പറയൂ. വർക്ക് രാവിലെ എഴുന്നേക്കും. അല്ല താഴോട്ടൊക്കെ വരാറുണ്ടോ? ഇല്ലല്ലോ, കഴിക്കാൻ വേണ്ടി. സമയം കിട്ടാറില്ല. പിന്നെ നമ്മള് ഡിസ്റ്റർബ് ചെയ്യാനും പോകാറില്ല. അവന്റെ വർക്കിനെ പറ്റി അവന്റെ പ്രശ്നത്തെ പറ്റി നമുക്കറിയാം. വലിയൊരു സംഭവം ആവേണ്ട ആളാണ്. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് അത്രേ ഉള്ളൂ. ചേട്ടനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുള്ളേ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. 2 years later. ഓക്കെ, ഷെയ്ക്കേണ്ടി വരൂ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പോൾ ഗൈസ് നമുക്കിനി മുകളിലോട്ട് പോകാം. മുകളിലാണ് സ്റ്റുഡിയോയും കാര്യങ്ങളും PC റൂമും തിയേറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. സോ അത് പോയി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ബാക്കി സാധനങ്ങൾ. ക്യാമറമാനിങ് എത്തിയില്ല. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ അല്ല ഞാനല്ലല്ലോ ടൂറുകാരുടെ പറഞ്ഞു കൊടുക്കാൻ എന്തൊക്കെയാണ് മൈക്ക് കയ്യിരിപ്പുണ്ട്. പറഞ്ഞു. ഇവിടെ മറ്റേ നമ്മുടെ മൂവീസിന്റെ ഒക്കെ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ പണിയാണോ ചേട്ടന്റെ പണിയാണോ? അപ്പന്റെ പണി. സോറി. ഓക്കെ. പിന്നെ
പിന്നെ ഇതൊക്കെ ചേച്ചിയുടെ സാധനങ്ങളുടെ കൂട്ടുള്ള മറ്റേ എന്താ പറയുന്നത് മോട്ടിവേഷൻ സംഭവം. One day of day one you decide. ഭയങ്കര കട്ടിങ്. ഇതിന്റെ ബാക്കിൽ ആ തിയേറ്റർ. ഗൈസ് ഈ ഫ്ലോറിൽ 2 മെയിൻ സംഭവങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെ അല്ല, ഇതാരും കാണാതിരിക്കാൻ ഇതുപോലെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ, ഇത് ജസ്റ്റ് ഞാൻ വിചാരിച്ച ജനലാന്ന് പറഞ്ഞാൽ ഇരുന്നത്, പക്ഷേ ഇതിൻ്റെ അകത്ത് മുകളിലോട്ടാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിഗൂഢമായ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ഹോം തിയേറ്റർ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് ഇങ്ങനെ ഡോറൊക്കെ ഇങ്ങനെ ഇരിക്കുമെങ്കിലും കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ലെവൻ്റെ റൂമിലോട്ട് പോകാം. ലെവൻ്റെ റൂമിലോട്ട് പോകണമെങ്കിൽ ആദ്യം ഒരു റൂമിൽ കൂടെ പോകണം, പാസ് ചെയ്ത് പോകണം. എന്നിട്ട് ടെറസിലോട്ട് ഇറങ്ങുന്ന പോലെ വേണം ആശാന്റെ റൂമിലോട്ട് പോകാൻ വേണ്ടി. ഇതാണ് ഇതിൻ്റെ അകത്താണ് സെഫെയർ ഡിസൈൻസിൽ നിന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സിനിമാറ്റിക് സംഭവങ്ങളുടെയും റെൻഡേഴ്സിന്റെയും ഉത്ഭവം നടക്കുന്ന സ്റ്റുഡിയോ അല്ലേ? ഇതാണ് അവന്റെ സ്റ്റുഡിയോ, ഇതാണ് അവന്റെ ലോകം. അത്യാവശ്യം നല്ല കിടിലൻ സ്പെക്കൊക്കെ ഉള്ള സാധനമാണ്. അത്യാവശ്യം നല്ല കിടിലൻ സ്പെക്കൊക്കെയാണ്. അങ്ങോട്ട് നിന്നിട്ട് പീസറ സ്പെക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് 4-5 വർഷം മുമ്പ് ബിൽഡ് ചെയ്ത പീസയാണ്. ഓക്കെ, സ്പെക്ക് എന്താ? ഇതിന്റെ സ്പെക്ക് വരുന്നത് പ്രൊസസർ Ryzen 9 3900 XT. അത് പിന്നെ ഗ്രാഫിക്സ് കാർഡ് എനിക്ക് യൂസ് ചെയ്യില്ല ഗ്രാഫിക്സ് കാർഡ്, പക്ഷേ ഇതിനകത്ത് 3060 Ti നിങ്ങളുടെ വർക്കിന് ഗ്രാഫിക്സ് കാർഡ് വേണ്ട. CPU ഇന്റൻസീവ് ആയിട്ടുള്ള റെൻഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഗ്രാഫിക്സ് കാർഡ് 3060 Ti ആണ്. പിന്നെ മദർ ബോർഡ് MSI X570 Tomahawk Wi-Fi അതാണ്. പിന്നെ 64 GB RAM ഉണ്ട്. DDR5 DDR4. പിന്നെ ബാക്കി അതാണ് PC. അതാണ് മെയിൻ സ്പെക്ക്. RGB അങ്ങനെ എസ്തെറ്റിക് പരിപാടികളൊന്നുമില്ല. മെയിൻ വർക്ക് പർപ്പസ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഗെയിം കളിക്കോടാ? എന്ത് കൗണ്ടർ സ്ട്രൈക്ക് വീഡിയോ അത് ഫ്രണ്ട് ഉണ്ടപ്പം കളിക്കും. പിന്നെ ഈ മൈക്ക് ചുമ്മാ യൂട്യൂബിൽ തുടങ്ങാൻ വേണ്ടി വാങ്ങിച്ചാണ്, പക്ഷെ പിന്നെ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി മറന്നുപോയി. അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെ അല്ലാതെ സെറ്റപ്പ് കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പല ഗാഡ്ജറ്റ്സുകളും കാണിച്ചു തരും. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായ ഒരു സാധനമുണ്ട് ഇവിടെ. എന്ത് ചെയ്ത് എടാ, ഇതിനകത്താണോടാ നീ ഇത്രയും വലിയ റെൻഡർ ഒക്കെ ചെയ്ത് ഇത്രയും ചെറിയ മൗസിലാണോ? സിംപ്ലിസിറ്റി ആണോ? എങ്ങനെ? എന്റെ കൈക്ക് ഇച്ചിരി വലിപ്പക്കുറവുണ്ട്. അയ്യോ, ഇതാണോ വലിപ്പക്കുറവ്? എനിക്ക് വേറെ മൗസ് ഉണ്ട്, 2 മൗസുകളുണ്ട്. ഇതാണ് ഒരു മൗസ് ലാസ്റ്റ് വാങ്ങിച്ചത്, പക്ഷെ ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിലാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. ഈ മൗസിലാണ് 3D ഒക്കെ തുടങ്ങുന്നത്. പിന്നെ ഇത് മാറ്റി കാരണം ഇത് കംഫർട്ടായിട്ട് പിടിച്ച് സെറ്റായി. അതുകൊണ്ട് ഞാൻ ഈ മൗസ് യൂസ് ചെയ്യുന്നത്. ഇത് മറ്റേ ഹൈ എൻഡ് മൗസ് അല്ല, മറ്റേ നോർമൽ മൗസ്. പിന്നെ ഇത് കീബോർഡ് എന്തൊക്കെയാ? കീബോർഡ് HP-യുടെ മെക്കാനിക്കൽ കീബോർഡാണ്. പിന്നെ മോണിറ്റർ ഗെയിമിംഗ് കീബോർഡ്. ഗെയിമിംഗ് കീബോർഡാണ്. പിന്നെ 2 മോണിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. 27 ഇഞ്ചിന്റെ ഒരെണ്ണം, 27 ഇഞ്ചിന്റെ ഒരെണ്ണം, മറ്റേ 24 ഇഞ്ച്. 4K ആണ്. 2 LG, 1 LG സാംസങ്. ഈ LG-യുടെ ഇതാണ് നമ്മുടെ മെയിൻ മോണിറ്റർ. മറ്റേത് എനിക്ക് റെൻഡറിങ്ങിന്റെ ടെക്സ്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കാൻ ഒരു അതാണ് ഈ ഒരു പൊസിഷനിൽ വെച്ചേക്കുന്നത്. ഓക്കെ, ദാണ്ട് ഇരുന്ന് കഴിയുമ്പോൾ ഈ സെറ്റപ്പിൽ ഇരുന്നാണ് ആശാൻ എഡിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്? 3ds Max ആണ് ഈ സോഫ്റ്റ്വെയർ. പിന്നെ ഇതിനകത്ത് മെറ്റീരിയൽ എഡിറ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. മറ്റേ ഇതെടുത്ത് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടും. ഈ സൈഡിൽ മെറ്റീരിയൽ വരും. ഇപ്പൊ ഡെമോസ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഞാൻ അപ്പോഴത്തേക്ക് ബാക്കി സാധനങ്ങൾ കാണിക്കും. ഇവിടെ സ്പീക്കർ യൂണിറ്റ് ഉണ്ടല്ലോ. ഇത് ലോജിടെക്കിന്റെ മറ്റേ നോർമൽ ഒരു സെറ്റപ്പ് സ്പീക്കർ ആണ് വെച്ചേക്കുന്നത്. ഇവിടെ എപ്സന്റെ പ്രിന്റർ ഉണ്ട്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു എയർ പ്യൂരിഫയർ ഉണ്ട്. ഈ മോണിറ്റർ അടിച്ചു പോയതാണോ? അല്ലല്ല, അത് വർക്കിംഗ് യൂസ് ഇല്ലാതെ മാറ്റി വെച്ചേക്കാം. ലാപ്ടോപ്പിൽ ഡോക്ടർ യൂസ്ഡ് മോണിറ്റർ ഫോർ സെയിൽ. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഇത് എന്ത് CD കളക്ഷൻ അല്ലേ? CD അല്ലേ? CD ആണ്. അതല്ല CD. ഓ മൈ ഗോഡ്, ഇത് എന്തിന്റെ CD? ഗെയിം ഇതല്ലല്ലോ, ഇത് ബ്ലൂറേ ഡിസ്ക് ആണ് മൊത്തം. മറ്റേ തിയേറ്ററിൽ വെക്കാൻ പറ്റാത്തോണ്ടല്ലേ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓ നൈസ് നൈസ്. വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ മറ്റേ എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ റെസിൻ മെയ്ഡ് ഒറിജിനൽ ലൈസൻസ്ഡ് റെസിൻ മെയ്ഡ് മോഡൽ ആയതല്ല. ഇതെല്ലാം ലിമിറ്റഡ് എഡിഷൻ 300 പീസസ് ഒക്കെ ഉള്ളൂ. അങ്ങനെ കുറെ കളക്ഷൻസ് കുറെ അധികം കാറുകളുണ്ട്. നൈസ്. പിന്നെ അയ്യോ, നമ്മൾ സീൻ കാണിച്ചില്ല. സീൻ കാണിക്കും ഗൈസ്. അപ്പോ 1/2 മണിക്കൂർ എടുത്തതിന് ശേഷം ഒരു ഫയൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ഐറ്റം അല്ലേ? അതെ. ഇത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ക്ലേ മോഡൽ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ മോഡൽ ചെയ്ത് കാറ് മോഡൽ ചെയ്തിട്ട് നീ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയ ഒരു കാറാണ്. അതെ അതെ അതെ. N74 എന്നൊരു വണ്ടിയാണ്. സൂം ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമ്മൾ കാണിക്കാം. ഇതിനകത്ത് സാധനം ഉണ്ട്. ഇത് ഇവിടെ തെളിഞ്ഞ സമയം എടുക്കും. ഇതാണ് ആ കാറ്. ഇതിപ്പോ എന്ത് ഇൻസ്പിറേഷനിലാണ് നീ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് ജസ്റ്റ് മറ്റേ റെട്രോ ഫ്യൂച്ചറിസ്റ്റിക്
സംഭവം ഗെയിമിലൊക്കെ കാണുന്നതിന്റെ കൂട്ട്. പിന്നെ ഇത് ബേസിക്കലി ഹ്യുണ്ടായുടെ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട്. പിന്നെ അതിനകത്ത് വൈറ്റ് ബോഡി അയോണിക് തന്നെ. ഇത് N74 എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പൊ അത് ഹൈഡ്രജൻ പവേർഡാ. ഇത് ഞാൻ V8 മറ്റേ മെക്ലാറിന്റെ V8 എഞ്ചിൻ കയറ്റിയിട്ട് ഒരു കോൺസെപ്റ്റ് ഇറക്കിയായിരുന്നു. ഫ്രണ്ട് വശം കാണാൻ പറ്റുമോ? ഫ്രണ്ട് വശം കാണാം. ഈ സാധനം കണ്ടു, ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഇതാണ് അതിന്റെ മെറ്റീരിയൽ സ്ലോട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഈ ടയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പെയിന്റ് ഉണ്ടാക്കാനും ഒക്കെ ഒരു മെറ്റീരിയൽ ഉണ്ട്. മെറ്റീരിയൽ പ്രീസെറ്റിനകത്ത് നമ്മൾ ഗ്ലോസിനെസ്, റിഫ്രാക്ഷൻ, ഡിഫ്യൂസ് മാപ്പ് അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റോഡും ഈ കാറിന്റെ. ഇതാണ് ആ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഇപ്പം ഫുള്ളി ലോഡ് ആവുന്നുണ്ട്. ഇതാ കാർ. സീൻസ് ആണല്ലേ. പുളി സംഭവം തന്നെയല്ലേ. ഒരു സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കിയ സാധനം, ഫ്രം സ്ക്രാച്ച് തുടങ്ങിയേക്കുന്ന വണ്ടിയായത്. അത് ജസ്റ്റ് നമ്മൾ ട്യൂബ് പോലത്തെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊമിറ്റീവ് ഏതെങ്കിലും ഒരു മോഡൽ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ട്യൂബ് ആയിരിക്കും ചിലപ്പോൾ. ഇവിടാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ഓട്ടോഗ്രേഡ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ട്യൂബ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഈ കാറിനെ മോഡൽ ചെയ്തെടുക്കും. ഞാൻ ആക്ച്വലി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയ്ക്കകത്ത് ഇതിന്റെ കുറെ പരിപാടികൾ ഞങ്ങൾ കഥ പറയുന്നുണ്ടായിരിക്കും. കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് പാർട്ട് കണ്ടാൽ മതിയായിരിക്കും. കാരണം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ലോങ് ആയി പോകും. നമുക്ക് B6 കഥകൾ ലൈക്ക് പബ്ജിയിൽ BGMAയിൽ ചെയ്തേക്കുന്നതിന്റെ സ്റ്റോറിയൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിനകത്ത് പറയാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. എനിവേ നമുക്ക് ഇവിടുന്ന് പോവാം, അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇതാണ് അവന്റെ PC സെറ്റപ്പ്. ഇനി കാണിച്ചില്ലെന്ന് വേണ്ട, ഈ കാണുന്ന സ്ഥലത്തിരുന്നാണ് ഇത്രയും ക്വാളിറ്റി ഔട്ട്പുട്ട് ഉള്ള സാധനം നൽകുന്നത്. ബ്രോ അപ്രീഷിയേറ്റഡ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗൈസ് നമുക്ക് ഇനി അടുത്ത തിയേറ്റർ കാണാൻ പോവാം. തിയേറ്ററല്ലേ അടുത്ത്? അപ്പൊ ഗൈസ് ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്ന ഈ വീടിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ്. ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്, ഒരു പ്രൈവറ്റ് തിയേറ്റർ ആണ്. പക്ക ഹോം തിയേറ്റർ. ഈ ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡോറ് കാണുമ്പോൾ ടെറസിലോട്ട് ഇറങ്ങുന്ന ഡോറായിരിക്കും. ഇവിടുത്തെ ഡോറിന്റെ ഒരു പ്രത്യേകത എനിക്കറിയത്തില്ല എന്താണ്. രണ്ട് സൈഡിലോട്ടും കൊളുത്തുണ്ട്. സാധാരണ ഒരു സൈഡിലോട്ടല്ലേ നമ്മള് കൊളുത്ത് കാണാറുള്ളൂ. ഇവിടെ രണ്ട് സൈഡിലും കൊളുത്തുണ്ട്. സോ കള്ളന്മാർക്ക് ഏത് സൈഡ് കുത്തി കൊളുത്താലും പറ്റില്ല. ഞാൻ അങ്ങളോട് ചോദിച്ചപ്പോൾ അങ്ങളോട് പണ്ടത്തെ ടെക്നോളജിയാന്ന് പറഞ്ഞേ. ഓക്കെ, അകത്ത് പോയി ലൈറ്റ് ഒക്കെ ഇട്ടു. അകത്ത് നിഗൂഢതകൾ നിറഞ്ഞിരിക്കുകയാണ്. കേറിക്കോ, എല്ലാവരും കേറിക്കോ. വാവ്, അമേസിങ് മക്കളെ, അമേസിങ്. എന്തേട്ടാ ഗൈസ്, ഇപ്പൊ എന്റെ സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോ മാറി കാണും. എന്റെ ചെവി അടഞ്ഞു ഇല്ലേ, ചെവി അടഞ്ഞ ഫീൽ ഉണ്ട്. കാരണം ഈ റൂം ഫുൾ എക്കോ പ്രൂഫാണ്, സൗണ്ട് പ്രൂഫാണ്, അടിപൊളിയാണ്. ഫുൾ മറ്റേ എന്താ സ്പോഞ്ച് പോലത്തെ സാധനമാണ്. ഭിത്തിയിലും കിടന്നുറങ്ങാം. ഒരു ബ്ലൂ പ്ലസ് ബ്ലാക്ക് തീമിലാണ്. ലൈറ്റ് ഫുൾ ഇത്രയല്ലേ ഉള്ളൂ? ഇത്ര ലൈറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ കണക്ഷൻ ഊരിയേക്കോ ലൈറ്റ്. അതുകൊണ്ട് അത് കത്തത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ ഒരു സ്ക്രീൻ ഉണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞു? ഇത് 120 ഇഞ്ച് ALR സ്ക്രീനാണ്. ആംബിയൻ ലൈറ്റ് റിഡക്ഷൻ സിസ്റ്റം ഉള്ള സ്ക്രീനാണ് ഇത്. പിന്നെ നമ്മൾ ബേസിക്കലി യൂഷ്വലി കാണുന്നതിന്റെ കൂട്ട് പ്രൊജക്ടർ ബാക്കിൽ വെച്ചിട്ട് HDMI കേബിൾ കൊടുക്കുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ ആണ്. 4 മൂവിയുടെ അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ. എക്സ്പെൻസീവ് സാധനമാണ് ഈ സാധനം. അതായത് അടുത്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊജക്ടറാണ്. സാധാരണ നമ്മൾ ദൂരെ വെച്ചിട്ടുള്ളതല്ലേ. ഇത് നല്ല എക്സ്പെൻസീവ് അല്ലേ? ഇത് ഏകദേശം 5 lakh സംതിങ് ഈ പ്രൊജക്ടറിന് മാത്രം വരുന്നുണ്ട്. അപ്പൊ തന്നെ ക്വാളിറ്റി നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, വേറെ പിന്നെ ഇതിനകത്ത് ബാക്കിയെല്ലാം ഇത് ഓറോ 3D പ്ലസ് ഡോൾബി അറ്റ്മോസ് ആയിട്ട് കൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഹോം തിയേറ്റർ ആണ്. അപ്പൊ ഡോൾബി അറ്റ്മോസ് സിനിമ ആണെങ്കിൽ അറ്റ്മോസിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. ഓക്കെ, പിന്നെ അത് മറ്റേ നോർമൽ എന്താ പറയുന്നത്, ഈ ഓറോ 3D ആണെങ്കിൽ ഓറോ 3Dയിലും വർക്ക് ചെയ്യത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ ഒരു റിസീവർ ഉണ്ട് താഴെ, ഡെനോന്റെ AVC 4800H എന്ന് പറഞ്ഞാൽ 200 വാട്ട്സിന്റെ സാധനം. ഇതാണ് പ്രോസസർ. അതാണ് അതിന്റെ റിസീവർ. പിന്നെ ഇതിന്റെ ഒരു പ്രീആംബ് ഉണ്ട്, മറ്റേ എമോട്ടീവയുടെ ഒരു പ്രീആംബ് സൈഡിലുണ്ട്. ഇതാണ് അതിന്റെ ബാക്കിയുള്ള സ്പീക്കേഴ്സിനൊക്കെ പവർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഭയങ്കര പ്രൊഫഷണൽ സാധനം. എനിക്കിത് കണ്ടിട്ട് പോലും അങ്ങോട്ട് കലങ്ങുന്നില്ല എവിടൊക്കെ ഈ സംഭവം എന്തൊക്കെയാണെന്ന്. കാരണം അവിടെ ഓരോ മുക്കിനും മൂലയ്ക്ക് ഓരോ സ്പീക്കർ യൂണിറ്റ്, സറൗണ്ട് സിസ്റ്റത്തിന്റെ സ്പീക്കർ, മുകളിൽ റൂഫിൽ സ്പീക്കർ. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ബാക്കിൽ നമുക്കിവിടെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ സീറ്റിംഗ് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. ഈ ബാൽക്കണി ഏരിയയിൽ 3 പേർക്ക് റിക്ലൈൻ ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സോഫ യൂണിറ്റ് ഉണ്ട്. കണ്ടാ എന്താ അല്ലേ? ബാബ ഇതുവെല്ലാം കാണുന്നുണ്ടോ? ചെക്കനെ വാ, പോണോ? വാ, വരുന്നില്ലേ? വരാ, വാ, ഓടിയോ. കണ്ടാ, ഇങ്ങനെ ഇരുന്ന് 5 പേർക്ക് സുഖമായിട്ട്. എടാ, നിങ്ങൾ വീട്ടിൽ എത്ര പേരാ മൊത്തം? വീട്ടില് ചേച്ചി, ഞാൻ, അമ്മ, അച്ഛൻ. 5 പേർക്ക് സുഖമായിട്ട് ഇല്ല, തറയിരുന്ന് കണ്ടാലും മതിയല്ലോ. അല്ല, എനിക്ക് ഇവിടെ നിന്ന് കാണാനും പറ്റും. തറയിരുന്ന് കണ്ടാലും മതി. നല്ല വിശാലമായി ഇരിക്കാം അല്ലേ? ഇവിടെ നിന്ന് സിനിമ കാണാറുണ്ടോ? എന്താ എക്സ്പീരിയൻസ്? അടിപൊളി. ലൈൻ കട്ട്.
ശരിയാണല്ലോ അതിന്റെ ഇടയ്ക്കൂടെ ഭാഗ്യം മൈക്കില്ലാത്തതൊന്നും കിട്ടിക്കാണത്തില്ല. ആൻഡ് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെയും ഇത് ലൈക്ക് ഈ റിക്ലൈനിങ്ങിന്റെ സെറ്റപ്പ് ഇതിനകത്ത് സെയിം തന്നെയല്ലേ? ആണ് സെയിം സെറ്റപ്പ്. മെയിൻ ആയിട്ട് ഫോൺ കുപ്പിയും ലൈക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം എന്നുള്ളത് മാത്രമല്ല, ഇത് അത് മാത്രമല്ലേ ഉള്ളൂ. അതിനകത്ത് വ്യത്യാസമുള്ളൂ. ഇങ്ങനെ ഇരിക്കാം. പിന്നെ അത് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് ഓ ഫുള്ളി കിടക്കല്ലേ? അതെ അതെ ഫുള്ളി കിടന്ന്. വാവ ഇത് കണ്ടോ? ഇത് കൊള്ളല്ലേ? അതെ. ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ സിനിമ കാണാൻ പോകും. നമ്മൾ ഏത് സിനിമയാണ് കാണുന്നത്? ഏത് പ്രേതപ്പടം കാണാം? പ്രേതപ്പടം കാണാം. അല്ലല്ല ഇപ്പഴല്ല, ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ സ്ക്രീൻ കാണിക്കണ്ടേ? ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കൂ. ഇതാണ് സ്ക്രീൻ. ഓ നൈസ് നൈസ്. തൽക്കാലം ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും ഇട്ട് കാണിച്ചാൽ. അപ്പൊ ഗൈസ് നമ്മുടെ അളിയന്റെ ചാനൽ തന്നെ ഇട്ടിരിക്കുകയാണ്. താങ്ക് യു. ആൻഡ് ഇതാണ് യൂട്യൂബ് ചാനൽ. ഇനി കണ്ടിട്ടില്ലാത്തവർ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ കണ്ടു കാണാം, പക്ഷെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതാ പക്ഷേ ഇതുപോലത്തെ ആൾക്കാരൊക്കെ കാരണം കോടി വ്യൂസ് ഒക്കെ കണ്ട് 3.9 മില്യൺ വ്യൂസ് ആ സ്വിഫ്റ്റിന്റെ വീഡിയോസിനുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ നീ പ്ലേ ചെയ്ത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ. ഏറ്റവും ഇഷ്ടപ്പെട്ടയോ? ലൈറ്റ് ഓഫ് ചെയ്തോളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനകത്തൊരു വീഡിയോ. ഏറ്റവും ഇഷ്ടപ്പെട്ട നീ ചെയ്തതിൽ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട വർക്ക്, ഏറ്റവും വ്യൂസ് കിട്ടിയ വർക്ക് അത് ഓക്കെ ആയിക്കോട്ടെ. അല്ലാതെ അതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ലെന്ന്, ഒന്നും ഇല്ലെന്നാ പറയുന്നത്. വണ്ടി സ്പോണാവോ? വണ്ടി സ്പോണാവോ? ഇങ്ങനെ ഇപ്പൊ വരും വേണ്ട, നമ്മളെ തന്നെ പോയെടുത്തു വേണ്ട എന്നെ തന്നെ. ഓ ഏതല്ലേ? അതെ. ഇതൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് ആൾക്കാർ നാട്ടിലിറക്കി എന്ത് പറ്റേ? അതിന് എന്നെ പരിച്ചവരകത്തിടും. അതായിരിക്കും സംഭവം. അന്ന് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാ ക്യാമറ മൂവ് ചെയ്യുന്നുണ്ടോ. ഇപ്പൊ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി. ആൾക്കാർ കണ്ടു വരണല്ലോ, കണ്ടു വരണ്ടേ? ആ ലൈറ്റിന്റെ ഒക്കെ നോക്ക്, ബുള്ളറ്റിന്റെ ലൈറ്റ് അങ്ങനെ ചെയ്തേ അന്നൊരു വൈബിലങ്ങ് ചെയ്തേ. നൈസാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ കൂടെ ഉണ്ട്, സൈബർ ട്രക്ക്. കണ്ടോ? അതും കൂടെ കാണാം. ടെസ്ല എലോൺ മസ്ക് കാണണ്ട. എലോൺ മസ്ക് കാണട്ടെ. നല്ല ഗ്ലോസി ബ്ലാക്ക് അല്ലേ? അതെ. എന്താ ഒറിജിനാലിറ്റി അല്ലേ? അല്ലേ? ആണോ? അല്ലേ ഗൈസ് നിങ്ങൾ പറ. ഒരു വർഷം മുമ്പ് ഏത് വീഡിയോ ഈ ടയറിന്റെ ഒക്കെ പ്രൊഫൈല് മാനുവലി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പ്രൊഫൈൽ തന്നെ അല്ല, അതങ്ങനെ നമ്മൾ നോക്കാറില്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ലൈറ്റ്സ് ഓൺ. അലക്സ അയ്യോ ഈ വണ്ടി ചെയ്യുമ്പോൾ നിനക്ക് എവിടെ നിന്ന് ഈ ഇൻസ്പിറേഷൻ വരുന്നത്? അതായത് ഇങ്ങനെ ഒരു കിറ്റ് കയറ്റി അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനെ ഒരു വൈഡ് ബോഡി കയറ്റി അടിപൊളിയായിരിക്കും, അങ്ങനെ ചിന്ത വരത്തില്ലേ? അതെങ്ങനെയാ ചിന്ത വരുന്നത്? അത് നമ്മള് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ വരും. വെറുതെ ഇരിക്കുമ്പോ ചിന്ത എവിടെ വരുന്നത്? അത് തന്നെ ചിന്തിച്ചു. അതായത് ഇത് ചെയ്യും, ഓക്കെ ഇങ്ങനെ സ്പോയിലർ കുറച്ചുകൂടെ നീട്ടാം, അല്ലെങ്കിൽ ബമ്പർ കുറച്ചുകൂടെ അങ്ങനെയൊക്കെ ചെയ്യാം. അത് ചെയ്യും. അതിപ്പം വണ്ടി കാണുമ്പോ നമ്മള് ചില ആംഗിളിൽ നോക്കുമ്പോൾ നമുക്ക് വേറെ ഒരു വണ്ടിയായിട്ട് ലിങ്ക് പോകും. ഇത് ലംബോർഗിനി മറ്റേ SVJ അവന്റഡോറിൽ നിന്നാണ് എനിക്ക്. അപ്പൊ അതേപോലെയൊക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ചാ പിന്നെ അങ്ങനെ ഒരു കിറ്റ് ഇതിനകത്ത് ചെയ്യാം. വെന്റുള്ള കിറ്റ് ചെയ്താ കുറച്ചുകൂടെ എടുപ്പ് കിട്ടും. ഇത് ആക്ച്വലി EV വെർഷൻ ആണ് വണ്ടിയുടെ. ഇതിന്റെ V12 ഞാൻ പറഞ്ഞു. സൈബർ ട്രക്ക് ഇതല്ലേ ഉള്ളൂ, EV അല്ലേ ഉള്ളൂ? സൈബർ ട്രക്ക് ഉള്ളൂ. ഞാൻ ഇതിന്റെ V12 ചെയ്തായിരുന്നു, അതാ നല്ലോണം ഫേമസ് ആയത്. V12 എഞ്ചിൻ കയറ്റി. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ റീൽ ഏതാ? അത് സൈബർ ട്രക്കിന്റെ ആണ്. പിന്നെ സെക്കൻഡ് സ്വിഫ്റ്റിന്റെ. എല്ലാരും കണ്ടു. സൈബർ ട്രക്ക് ഇതല്ല, ഈ സൈബർ ട്രക്ക് അല്ല, ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ട്. അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ, ഡ്രാഗ് റേസ് പോലെ. അപ്പൊ അതിൽ ഈ വണ്ടി കിറ്റ് സെയിം തന്നെ, പക്ഷെ ഇതിനകത്ത് നടുക്ക് വേറൊരു എലമെന്റ് ഒക്കെ കൊടുത്ത് ലൈറ്റ് ഒക്കെ മാറ്റി വേറൊരു കോൺസെപ്റ്റിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനാണ് ഏറ്റവും കൂടുതൽ യൂസ് കിട്ടിയിട്ടുണ്ട്. എന്താ അല്ലേ സ്കില്ല് തന്നെ ആരും ഉണ്ടാക്കത്തില്ല, പക്ഷെ നമ്മൾ ബേസിക്കലി അല്ലെ പറയാൻ പറ്റത്തില്ല. ഫ്യൂച്ചറിൽ ഇത് കണ്ടിട്ട് മേ ബി കമ്പനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാമല്ലോ. ഇത്ര വ്യൂസ് കയറുന്നില്ലേ? കമ്പനിയിൽ ആരെങ്കിലും കണ്ടാ പോരെ? കണ്ടല്ലേ? ആരെല്ലാം വിളിച്ചിട്ടുണ്ട് ഇതുപോലെ വീഡിയോസ് കണ്ടിട്ട്? മുകളിൽ നിന്ന് പറയുമ്പോ കുറെ കമ്പനീസിൽ നിന്നൊക്കെ മറ്റേ അവര് ചെയ്യാം എന്നുള്ളൊരു അവർക്ക് ഓഫേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതിന് പേറ്റന്റ് ഒന്നും നമ്മൾ ഡിസൈൻ എടുത്തിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാഷ് ക്യാഷ് തരാൻ പറ്റും. അങ്ങനെ ഉണ്ട്. പേറ്റന്റ് എടുക്കുന്നതിന്റെ ഫോർമാലിറ്റീസ് നോക്കിയിട്ടുണ്ടോ? ഇല്ല ഇതുവരെ. കാരണം ഇതൊന്നും നമ്മൾ R&D ചെയ്യാതെ ചെയ്യുന്ന വണ്ടികളല്ലേ. നമ്മള് മെക്കാനിക്കൽ സൈഡ് ഈ കോൺസെപ്റ്റിൽ നിന്നാണല്ലോ അവർ R&D ചെയ്തിട്ട് വണ്ടി ഇറക്കുന്നത്. ആണ്. പല നമ്മൾ ഓട്ടോ എക്സ്പോയിലാണെങ്കിലും പല കോൺസെപ്റ്റുകൾ കാണുന്നത് ഇതുപോലത്തെ വണ്ടികളാണ്. ഇപ്പൊ സിയാറ കണ്ടു. സിയാറ പക്ഷെ റിയൽ ലൈഫ് വരുന്ന വേറെ ലുക്കിലാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ എടുത്തൂടെ? ചെയ്യാം, എക്സാക്ട്ലി ചെയ്യാൻ പറ്റും. പേറ്റന്റ് എടുത്ത് നോക്കണം. അതെ.
പേറ്റന്റ് എടുക്കുന്നതിന്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഭാവിയിൽ ചെയ്യുന്നതിനെ അല്ല ലൈക്ക് അത് ലൈക്ക് ഇതൊരു നോർമൽ സംഭവം അല്ലല്ലോ. അപ്പൊ ഇത് വലിയ ഹൈ സ്കെയിലിൽ ചെയ്യുമ്പോൾ നമ്മളത് പ്രൊഫഷണലി തന്നെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇതാണല്ലോ. പിന്നെ മഞ്ഞുമേൽ ബോയ്സിന് മറ്റേ പുള്ളി കോപ്പറേറ്റ് കൊടുത്തു പിന്നെ അപ്പൊ പിന്നെ ഇതിനൊക്കെ ഒരുപാട്. അപ്പോ ഇതാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇനി തിയേറ്ററിന്റെ ടെക്നിക്കൽ ടേംസ് പറയാനായി അച്ഛനെ വിളിക്കുന്നതായിരിക്കും. അച്ഛനിപ്പോ വരും GST റെഡി ആക്കാൻ. അപ്പൊ ഗൈസ് നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന ആള് വന്നിട്ടുണ്ട്. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തോളൂ, പേരെന്ന് പറഞ്ഞോളൂ. എന്റെ പേര് സുരേഷ്. ഓക്കെ, ഇതാണ് അച്ഛൻ. ഞങ്ങൾ നേരത്തെ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വീട്ടിലെ ഏറ്റവും വലിയ മ്യൂസിക് പ്രാന്തനാണ്. ഭയങ്കര അധികം ഓഡിയോ കളക്ഷൻസും കുറെ സിഡികളൊക്കെ കണ്ടു. ഞങ്ങൾ താഴെ അത് കാണിച്ചു തരണം. ഓക്കെ, ഇനി തിയേറ്ററിന്റെ ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ പറഞ്ഞു തരും എന്തൊക്കെയാണ്. എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തോട് ചേർന്നാണ് ഈ സാധനം ഇങ്ങനെ റെഡിയാക്കിയത്. ഇത് ഓരോ 3Dയിൽ ചെയ്തിരിക്കുന്നതാണ്. ഓരോ 3D പ്ലസ് ഡോൾബി അറ്റ്മോസ്. ഓരോ 3D 11.1 അറ്റ്മോസിൽ വരുമ്പം 9.2.4 ചെയ്തിരിക്കുന്നത്. കോൺഫിഗറേഷൻ ഉപയോഗിച്ചിരിക്കുന്ന AVR ഡെനോന്റെ ABC X4800H എന്ന് പറഞ്ഞ മോഡലാണ്. അത് നമ്മൾ പവർ ആമ്പ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എമോട്ടീവ ബേസ് X3 എന്ന് പറഞ്ഞ ഒരു പവർ ആമ്പ് ഫ്രണ്ട് ചാനൽസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, 3 ചാനൽസിന് വേണ്ടിയിട്ട്. പിന്നെ ഓരോ 3D അറ്റ്മോസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ AB ഉള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ എന്ന് പറയുന്നത് ഫോർമൂബി തിയേറ്റർ എന്ന് പറഞ്ഞ പ്രൊജക്ടറാണ്. അൾട്രാ ഷോർട്ട് ത്രോ ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വർഷം ഏറ്റവും നല്ല UST പ്രൊജക്ടറിനുള്ള അവാർഡ് കിട്ടിയ സാധനമാണ്. അത് കുറച്ച് മാത്രമേ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ നല്ല വിലയുള്ള ഐറ്റം ആണ്. അത് നല്ല ക്വാളിറ്റിയാണ് പിക്ചർ. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ ഒരു ഇത് കിട്ടും. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇപ്പൊ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ. പ്രൊജക്ടർ ഇത് UST ആണ്. തൊട്ട് അടുത്ത് ഏകദേശം 49 ഇഞ്ച് മാറ്റി വെച്ചാൽ മതി. 120 ഇഞ്ച് 150 ഇഞ്ച് വരെ പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റും. സ്ക്രീൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ സ്ക്രീൻ എന്ന് പറയുന്നത് ALR ആണ്. ആംബിയൻ ലൈറ്റ് റിജക്റ്റിംഗ് സ്ക്രീൻ ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വെച്ചിരിക്കുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റും ഫോക്കലിന്റെ സ്പീക്കേഴ്സ് ആണ്. സബും ഒരെണ്ണം ഫോക്കലും ഒരെണ്ണം SBS ആണ്. സറൗണ്ട് സ്പീക്കേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നതെല്ലാം Q അക്കോസ്റ്റിക്സിന്റെ 3020. മൊത്തം സ്പീക്കർ 13 വരും. 13 പ്ലസ് 2 സബ് വൂഫർ. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സറൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ. ഇതാണ് ഇതിന്റെ കോൺഫിഗറേഷൻ സെറ്റപ്പ്. ഓക്കെ, അപ്പൊ ഈ തിയേറ്ററിനോട് അല്ലെങ്കിൽ മ്യൂസിക്കിനോട് ഇത്രയും ഇത് വരാൻ കാരണം അത് ഞങ്ങൾ സ്വർണ്ണപ്പണിക്കാരുടെ ഫാമിലിയാണ്. ജ്വല്ലറി അല്ല, സ്വർണ്ണം പണിയുന്നേ. അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മ്യൂസിക് മാത്രമാണ്. ഒന്നും നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റില്ല. അപ്പൊ ഞാൻ ജനിച്ചു വളർന്നത് ഈ സ്വർണ്ണപ്പണിക്കാർ പണിയുന്നിരിക്കുന്ന അവിടെയൊക്കെയാണ്. അപ്പൊ അവരന്ന് എനിക്ക് തോന്നുന്നൊരു എനിക്ക് ഒരു 1.5 വയസ്സുള്ള സമയത്ത് മുതൽ റേഡിയോ പാട്ട് കേൾക്കുന്ന സ്വഭാവം അത് പിന്നെ നമുക്ക് ക്രേസ് ആയിട്ട് മാറുന്നു. പിന്നെ പ്രാന്തായിട്ട് മാറുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നു. ഇതിപ്പോ വീടിന്റെ ടെറസ് ആണ് ആക്ച്വലി അല്ലേ? ടെറസ് ആയിരുന്നു. റൂം ഉണ്ടാക്കിയതാണ്. 18x12 അടിയിൽ ഒരു റൂം ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് എങ്ങനെ ചെയ്തത്. ഇതിന് എന്ത് കോസ്റ്റ് വന്നതാണ് തിയേറ്റർ മൊത്തം ചെയ്യാൻ വേണ്ടി? അത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-14 ലക്ഷം രൂപയ്ക്ക് എടുത്തായിരുന്നു ഇതിന് റൂമിന് മാത്രം. റൂം സെറ്റ് ചെയ്യാം. അതായത് ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സ് എല്ലാം നല്ല അതും അത് കണ്ടു. അല്ലാതെ ബാക്കി AC സാധനങ്ങൾ ഇതിന്റെ സൗണ്ട് പ്രൂഫിനുള്ളതല്ല. സോ അത്ര ഡെഡിക്കേഷൻ അത്ര ഇഷ്ടമുള്ളവരാണ് അത്ര സ്പെൻഡ് ചെയ്തത്. തീർച്ചയായിട്ടും മ്യൂസിക്കിന് വേണ്ടി ഇതിനേക്കാൾ കൂടുതൽ പൈസ ചെലവാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. റൂം ഞാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പറഞ്ഞു ഞങ്ങൾ വന്നത് 2 മാസം മുമ്പായിരുന്നു. 2 മാസം കൂടെ കഴിഞ്ഞ് വന്ന അത് ഞങ്ങൾ കഴിഞ്ഞിട്ട് ഉടനെ വരാം. അത് കുറച്ചുകൂടെ വൈഡായിട്ട് കാർപോർട്സ് കൂടെ എടുത്തിട്ട് ചെയ്യണം. റൂമായിട്ട് സെറ്റ് ചെയ്യണം. അതായത് പാട്ട് കേൾക്കാനുള്ള സ്റ്റുഡിയോ പോലെ അങ്ങനെയാണ്. എങ്ങനെ ഒരു മ്യൂസിക് റൂം ലിസണിങ്ങിന് വേണ്ടി മാത്രം. ഓ, അപ്പൊ ഭയങ്കര സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ. ഇനിയിപ്പോ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മൂവി കാണാൻ പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞ ഹാളിലെ കുറച്ച് സാധനങ്ങളാണെങ്കിലും ഇതൊക്കെ എന്താന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. ഇത് ആക്ച്വലി എന്താ? ഇത് വിം അൾട്ര എന്ന് പറഞ്ഞ ഒരു DAC പ്ലസ് പിന്നെ പ്രീആംപ് പ്ലസ് സ്ട്രീമറാണ്. ഓക്കെ, അതിന്റെ യൂസ് എന്താ? ഇത് സ്ട്രീം ചെയ്യാൻ പറ്റും പാട്ടുകൾ. സ്പോട്ടിഫൈ, പിന്നെ ആമസോൺ മ്യൂസിക്, ടൈഡൽ, ഹൈ ക്വാളിറ്റിയിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. ഇത് കൂടിയ സാധനമാണ്. 40,000 രൂപയ്ക്ക് വിലയുള്ള സാധനം. ഓ, ഓക്കെ. അത് ഇൻബിൽറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഫോൺ വഴി നമുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതാണ് ഇതിന്റെ ബ്രെയിൻ. ഓക്കെ. ആ റോട്ടലിന്റെ ആംപ്ലിഫയർ ആണ്. റോട്ടൽ RA1592 Mark II എന്ന് പറഞ്ഞ മോഡലാണ്. 200 വാട്ട്സ് 8 ohms ആണ്. ആ 200 വാട്ട്സ് അതിന് മാച്ചിങ് സ്പീക്കർ ആണ്. BMW-ന്റെ CM9 എന്ന് പറഞ്ഞ സ്പീക്കറാണ്. ഓക്കെ. ഇത് എത്ര വാട്ട്സിന്റെ വരുന്ന? 200 വാട്ട്സ് 8 200 ohms. വാട്ട്സ്. ഓക്കെ. ഇതാണ് CD പ്ലെയർ. CD അല്ല, SACD പ്ലെയർ ആണ്. ഇത് മറാൻസിന്റെ SACD30N എന്ന് പറഞ്ഞത് നെറ്റ്വർക്ക് CD പ്ലെയർ ആണ്. അപ്പൊ ഈ ഇരിക്കുന്ന CD കളക്ഷൻസ് എല്ലാം CD പ്ലസ് SACD എല്ലാം വർക്ക് ചെയ്യും. ഓക്കെ. ഇത് സോണിയുടെ UHD 4K ബ്ലൂറേ പ്ലെയർ ആണ്. ഓക്കെ. ബ്ലൂറേ CD വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു CD പ്ലെയർ ആണ്. CD പ്ലെയർ ആണ്. പിന്നെ ഇത് റെക്കോർഡ് പ്ലെയർ ആണ്. മാനുവൽ. ഇത് പ്രൊജക്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ എക്സ്പ്രഷൻ കാർബൺ ക്ലാസിക് എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ. കോസ്റ്റ്ലി ആണ് സംഭവം. റയർ സാധനല്ലേ? റയർ സാധനമാണ്. ദുബായിൽ ഇറക്കിയതാണ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് അതിന്റെ. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്. ഇത് ഡെനോന്റെ സാധനം. ഇപ്പോഴും സ്റ്റിൽ ഉപയോഗിക്കാൻ റെക്കോർഡ്സ് കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ. ഇതുപോലത്തെ ആണ്. ജസ്റ്റ് ഒരു സീരീസ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലത്തെ പണ്ടത്തെ ഇതൊക്കെ പുതിയ പോലെ ഇരിക്കുന്നതോ. പുതിയതാണ്. ഇതെല്ലാം പുതിയതിറങ്ങിയാണ് ഇപ്പം. ഇതെല്ലാം പുതിയതാണ്. ഇതെല്ലാം പുതിയ. അല്ല, ഇതുപോലെ CD ഇപ്പോഴും മേടിക്കാൻ കിട്ടും. ഇപ്പം വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ഇതെല്ലാം ഇപ്പം ഉണ്ട് സാധനം എല്ലാം. ഇതെല്ലാം ജസ്റ്റ് ഒരെണ്ണം ഇട്ട് കേൾപ്പിക്കാനുള്ള. തീർച്ചയായിട്ടും ഞാൻ കേൾപ്പിക്കും. ഇതൊക്കെ ഞാൻ സിനിമയിലെ ആ സാധനത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി വന്നു പോലെ നീ ഇത് കണ്ടത്. അപ്പൊ ഇതിനകത്ത് ഒരു ബ്ലാക്ക് കളർ സാധനം അല്ലേ ഇത്? വർക്ക് ചെയ്യാൻ സാധനം. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ്ട് ഇതുപോലെ മാനുവൽ എടുത്ത് വെക്കണം. കണ്ടോ, അത് മാനുവലാണ്. ഫുൾ മാനുവൽ. ഇതിനകത്ത് ഇത് ജസ്റ്റ് ടച്ച് ആവുമ്പോഴാണ് CD-ക്കകത്ത് നിന്നുള്ള സാധനം റൈറ്റ് ആവുന്ന അല്ലേ? അല്ല, ഇത് റെക്കോർഡാണ്. ഓക്കെ ഓക്കെ. ഓഹോ. ഇതായിട്ടേക്കുന്നത്. ക്വാളിറ്റി ആ പാട്ടിന്റെ വോക്കൽസിന്റെ ക്ലാരിറ്റി ഉണ്ടോ? CB മലയിൽ കോപ്പറേറ്റ് വരുമെന്നു. ഇതാണ് ഞങ്ങളുടെ വാവ. അതെ, ഞങ്ങളെ തന്നെ വാവയെന്ന് വിളിക്കുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഈ വീഡിയോ അങ്ങനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, പാർട്ട് 2. അടുത്ത ഇതിന്റെ ഒരു പാർട്ട് 2 വരുന്നുണ്ട്. മൈക്ക് കയ്യിലുണ്ടല്ലോ അല്ലേ? അന്ന് കൈ വെച്ച് സംസാരിച്ചു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇനിയും ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം വരും. ഇത് താഴെ ഒരു അപ്ഗ്രേഡ് നടക്കുന്നുണ്ട്, വലിയൊരു അപ്ഗ്രേഡ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വിളിക്കണം, പാലേസിനെ വിളിക്കണം. അല്ല അതിന്റെ അപ്പോൾ ഞാൻ അത് വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. ആൻഡ് ഇനി അടുത്ത എപ്പിസോഡിനകത്ത് ഇവന്റെ ശരിക്കുമുള്ള ജോലി എന്താണ് ശരിക്കും ചെയ്യുന്നത്, സത്യം പറയണം അതെന്താന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് സ്റ്റോറി ആയിരിക്കും. ആൻഡ് അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കും. അപ്പൊ ബൈ പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.